യൂറിൻ തെറാപ്പി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. സ്വദേശം തൃശ്ശൂരാണ്. തൃശ്ശൂർ താണിക്കുടം കരുവാൻകാടാണ് എൻ്റെ സ്വദേശം. എനിക്ക് 2011 ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം സ്പൈനൽ കോഡൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഒരു 4 വർഷത്തിന് ശേഷം എനിക്ക് സ്ട്രോക്കും വന്നിരുന്നു. 22 വർഷമായിട്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എൻ്റെ വിരൽ മുറിക്കേണ്ട സാഹചര്യം വന്നു ഷുഗർ കൂടിയിട്ട്. കണ്ണിൻ്റെ 2 ഓപ്പറേഷൻ 3 ഓപ്പറേഷനും കഴിഞ്ഞു. ഒരു കണ്ണ് തിമിരം ബാധിച്ച് 2 കണ്ണും തിമിരം ബാധിച്ചിട്ടാണ് പോയത്. ഒരു കണ്ണ് അതിലൊരു കണ്ണിൻ്റെ തിമിരം പൂർണ്ണമായിട്ടും ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ ഞാൻ യൂറിൻ തെറാപ്പിനെ കുറിച്ച് അറിയുകയും അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് വോയിസുകളെല്ലാം കേട്ടുകൊണ്ടും ഞാനത് തുടർന്നു തുടങ്ങി. എനിക്ക് ഈ വിരൽ മുറിക്കുന്ന സമയത്ത് ഷുഗർ വളരെ കൂടുതലായിരുന്നു. ഷുഗർ കുറയുന്നുണ്ടല്ലോ. ഇൻസുലിൻ അടിച്ചിട്ടും ഗുളിക കഴിച്ചിട്ടും 2 നേരം ഗുളികയും കഴിച്ചിട്ടും 2 നേരം ഇൻസുലിനും 25 വെച്ച് അടിച്ചിരുന്നു. പിന്നെ 20 ആക്കി മാറ്റി. അപ്പോഴും ഷുഗർ നോർമലൊന്നല്ലായിരുന്നു, കൂടുതലായിരുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ വന്നപ്പോൾ എനിക്ക് യൂറിൻ തെറാപ്പിനെ കുറിച്ച് എനിക്ക് ചെയ്യാനൊരു അറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ യൂറിൻ കഴിക്കുകയും ചെയ്തത്. കാലത്ത് തന്നെ കഴിച്ചു. നല്ലൊരു ഉറക്കം കിട്ടി. അതിനൊപ്പാടൊക്കെ ഷുഗർ ഒരു ഇഡ്ഡലി കഴിച്ചാൽ പോലും 650 750 വന്നിരുന്നു. ഒരു ചപ്പാത്തി മെഴുക്കില്ലാതെ ചപ്പാത്തി കഴിച്ചിട്ട് പോലും എനിക്ക് 750 വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ശരീരം പ്രതിരോധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ചെവി മൂളലും ചെവിക്ക് നല്ല വേദനയും എയർ ബാലൻസും അതുപോലെ നിൽക്കാൻ ഗ്രിപ്പില്ലാത്ത പോലെയൊക്കെ ആയിരുന്നു സ്ട്രോക്ക് വന്നതിന് ശേഷം. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആകെ മുടങ്ങി കിടക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ യൂറിൻ കഴിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം വരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യൂറിൻ കഴിച്ചപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അനുഭവം ഉണ്ടായത് എനിക്ക് എന്തോ അമാനുഷ്യ ശക്തി കയറിയ പോലെയാണ് ആദ്യത്തെ ദിവസം ഞാൻ അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ മൂത്രം കഴിച്ചാൽ ഇത്രത്തോളം പ്രതിരോധശേഷി ഉണ്ടെന്നുള്ളത് ഞാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കി. രണ്ടാമത്തെ സബ്ജക്റ്റുകളിൽ ഞാൻ മൂത്രം കഴിച്ചതിന് ശേഷം നേരെ ഭക്ഷണം ഒരു 2 ബിരിയാണിയാണ് കഴിച്ചത്. ചാവട്ടെ വെച്ചിട്ട്. പക്ഷെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഷുഗർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 90 എത്തി. അത് വലിയൊരു റിസൾട്ട് തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് പോന്നു. ഇനി ഇവിടുത്തെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ഇത്രയും കാലം 22 വർഷമായിട്ട് ഷുഗർ കുറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കണ്ടത് അപ്പോഴാണ്. മറ്റത് കയറിറങ്ങി 230 130 ഉണ്ടായിരുന്നു. 265 320 ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂറിൻ കഴിച്ചതിന് ശേഷം പിന്നെ നോർമൽ സ്റ്റേജിലാണ് വന്നത്. 90 120 115 130 പിന്നെ 85 പിന്നെ 70 വരെ താഴ്ന്നു ഷുഗർ. അത് 2 ആഴ്ച 3 ആഴ്ച ആയപ്പോഴേക്കും ഷുഗർ കുറഞ്ഞു വന്നിരുന്നു. ഭക്ഷണങ്ങളൊക്കെ സാധാരണ പോലെ ഞാൻ കഴിച്ചു തുടങ്ങി. ചെവി മൂളല് പ്രശ്നം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ചെവിയിൽ ആദ്യം 2 തുള്ളി വെച്ച് ഒഴിച്ചു, പക്ഷെ നടന്നില്ല. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നോക്കിയിട്ടും നടന്നില്ല. പിന്നീട് ഞാൻ ചെവി നിറച്ച് മൂത്രം ഒഴിച്ചു നോക്കി. 5 മിനിറ്റോളം ഒരു ചെവിയിൽ വെച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൊണ്ട് മൂത്രം ചൂടായിക്കൊണ്ട് പുറത്തേക്ക് കളഞ്ഞു. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെവി കടി കുറഞ്ഞു, ചെവി മൂളലും നിന്നു. അത് 2 ആഴ്ച ആയപ്പോഴും മൂളലും കാര്യങ്ങളൊക്കെ നിന്നു. പിന്നെ ചെവിയിൽ ഞാൻ ചെപ്പി തോണ്ടി ഇട്ടിട്ടില്ല, ബഡ്സ് ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. അപ്പോൾ യൂറിൻ തെറാപ്പി വളരെ ഗുണപ്രദമാണ്. ഞാൻ 4 നേരം കഴിക്കുന്നുണ്ട്, രാത്രി അടക്കം കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അത് ചെയ്യാൻ എന്നും കഴിയട്ടെ. ഇയർ ബാലൻസ് ഒക്കെ ക്ലിയർ ആവട്ടെ. ഓക്കെ. ശ്രീ ഗോപാലകൃഷ്ണൻ്റെ അനുഭവം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പലർക്കും പ്രയാസം തോന്നും. 20 കൊല്ലത്തിലധികം കാലം ചികിത്സിച്ചിട്ടും ഫലമില്ലാതെ 780 വരെയൊക്കെ ഷുഗർ നില കാണിക്കുന്ന പ്രമേഹ രോഗത്തിൽ നിന്ന് ഏതാനും ദിവസത്തെ യൂറിൻ തെറാപ്പിയിലൂടെ നോർമലായി എന്ന അനുഭവം അത്ഭുതകരമാണ്. ചെവിമൂളൽ ഉൾപ്പെടെയുള്ള കർണരോഗങ്ങളിൽ നിന്നും അദ്ദേഹം യൂട്ടിയിലൂടെ മുക്തനായി. BP, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ മരുന്നൊന്നും അദ്ദേഹം കഴിക്കുന്നില്ല എന്നത് സ്വന്തം മൂത്രത്തിൻ്റെ വിസ്മയകരമായ ഔഷധവീര്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും സാമൂഹ്യ നന്മ ഉദ്ദേശിച്ച് ശ്രീ ഗോപാലകൃഷ്ണൻ തൻ്റെ അനുഭവം തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് നന്ദി പറയുന്നു.